ബന്ദിപ്പൂർ ദേശീയപാത അടച്ചിടുമെന്ന ആശങ്കയെ തുടർന്ന് വയനാട് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന നിരാഹാര സമരത്തിന് പിന്തുണയേറുന്നു. സമരം 7ാം ദിവസം പിന്നിടുമ്പോഴും നിരവധി പേരാണ് സമരത്തിന് പിന്തുണയുമായി രംഗത്തു വന്നത്. വരും ദിവസങ്ങളിൽ ദില്ലിയിൽ നടക്കുന്ന ചർച്ചകളിലാണ് സമരക്കാരുടെ പ്രതീക്ഷ. വയനാട് കൊല്ലങ്കൽ ദേശീയപാതയിൽ കഴിഞ്ഞ 10 വർഷമായി നിലനിൽക്കുന്ന രാത്രി യാത്രാ നിരോധനത്തിനെതിരെ കേരളം നൽകിയ ഹർജി പരിഗണിക്കവേ പകൽ കൂടി പാത അടയ്ക്കുന്നതിനെക്കുറിച്ച് സുപ്രീം കോടതി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് അഭിപ്രായം തേടിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ സംയുക്ത സമരസമിതി സമരം ആരംഭിച്ചത്. 100 കണക്കിന് പേരാണ് ദിവസവും സമരപ്പന്തലിൽ എത്തുന്നത്. കർഷകരെ അണിനിരത്തി കഴിഞ്ഞ ദിവസം ലോങ് മാർച്ചും ജില്ലയിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി പ്രതിഷേധ മാർച്ചുമൊക്കെ സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. വയനാട് ജില്ലയുടെ വികസനത്തെ തന്നെ പിന്നോട്ടടിക്കുന്ന നിലപാടിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. വയനാട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമാണ് ഇപ്പോൾ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ മൗലിക അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ നിഷേധിക്കപ്പെടുന്നു. വയനാട്ടുകാരെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല ഇത് കേരള സംസ്ഥാനത്തിൻ്റെ പുരോഗതിയെ അടിമുടി ബാധിക്കുന്നൊരു വിഷയമാണ്. ധാരാളം ആളുകൾ വ്യാപാരത്തിനും ഉല്ലാസത്തിനും വിനോദത്തിനും പഠനത്തിനും ജോലിക്കുമായി കർണാടകത്തിലേക്ക് പോകാറുണ്ട്. ഈ ഒരു മനുഷ്യന്റെ അവകാശത്തിന് മേലുള്ള കടന്നാക്രമണമാണ് ഈ സഞ്ചാര നിഷേധത്തിലൂടെ ഇവിടെ സംജാതമാകാൻ പോകുന്നത്. 7 ദിവസമായി സുൽത്താൻ ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ നടക്കുന്ന സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച 100 കണക്കിന് കൂട്ടായ്മകളാണ് ഇതിനകം സമരപ്പന്തലിൽ എത്തിയത്. 1.5 ലക്ഷത്തിലധികം ആളുകൾ ഐക്യദാർഢ്യവുമായി എത്തി. വരും ദിവസങ്ങളിൽ പ്രതിഷേധം കൂടുതൽ കനക്കാനാണ് സാധ്യത. ഷെക്കേന ന്യൂസ് ബ്യൂറോ, വയനാട്. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.